ഹായ് ഓൾ, ദിസ് ഇസ് അഖിൽനാഥ്. ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അശ്വന്ത് കോക്ക്, അതായത് അശ്വന്ത് ഏട്ടൻ്റെ ഒരു ഫിലിമിൻ്റെ റിവ്യൂവിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, തെലുങ്ക് ഫിലിം വിഷ്ണു മഞ്ജു നായകനായ ലാലേട്ടനൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞത് ഒരു കാമിയോ റോളിൽ വന്നിട്ടുള്ള കണ്ണപ്പ എന്ന് പറയുന്ന ഫിലിമിൻ്റെ റിവ്യൂ അശ്വന്ത് കോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം അദ്ദേഹം എങ്ങനെയാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത് കണ്ടു നോക്കാം. അതിൻ്റെ തമ്പനയിൽ ഞാൻ കണ്ടിരുന്നു, മൊണ്ണപ്പ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് വാച്ച്. ആക്ച്വലി സിനിമ നിരൂപകൻ എന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണെങ്കിലും നമ്മൾ ഈ വീഡിയോ കണ്ട് അധികം ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പാടില്ല, ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് നമുക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. സോ എന്നാലും നാളെ നമ്മളും ഈവൻ എന്തെങ്കിലും സിനിമ ചെയ്യേണ്ടി വന്നാൽ, ഒരവസരം ചെയ്യേണ്ടി വന്നാൽ, ഇപ്പം നമ്മൾ കണ്ട ഈ വീഡിയോ വരെ ചിലപ്പോൾ അന്ന് ഒരു സംസാരമായി തീരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഭയന്നിട്ടാണ് സംഭവം ചെയ്യുന്നത്. സോ ഈവൻ എന്നാലും ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി. അത് ഞാൻ പുള്ളിയുടെ ഈ തമ്പനയിൽ പുള്ളിയുടെ ആ ഒരു മേക്ക് ഓവർ കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചുമ്മാ തോന്നിയാണ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമെന്ന്. സോ കണ്ണപ്പ ഫിലിമിൻ്റെ റിവ്യൂ ഒന്ന് റിയാക്ട് ചെയ്യാൻ നോക്കാം. സോ ലെറ്റ്സ് വാച്ച്. 3, 2, 1 സ്റ്റാർട്ട്. Hi all, this is Cock. Kannappa. Director മുകേഷ് കുമാർ സിംഗ്. ദൂരദർശനിലേക്ക് ഒരു വാഗ്ദാനം. ഇപ്പോഴല്ല, ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു 10-20 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ദൂരദർശനിലേക്ക് ഒരു വാഗ്ദാനം. വൈഫൈ ഒക്കെ ഉണ്ട്, പാസ്വേഡ് 2255. അപ്പൊ മുകേഷ് കുമാർ സിംഗ് എന്ന് പറയുന്ന ഏതോ ഒരാളാണ് ഈ കണ്ണപ്പ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, തെലുങ്കിലെ ലെജൻഡറി നടൻ മോഹൻ ബാബു ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിന്റെ മകൻ ആയിട്ടുള്ള വിഷ്ണു മഞ്ജു ആണ് ഇതിലെ നായകൻ. ഉണ്ണാഖനായിട്ടുള്ളൊരു നായകൻ, ഒരു കഥാപാത്രം, അവരുടെ മൊണ്ണപ്പ, അതാണ് ഇതില് വിഷ്ണു മഞ്ജുവിന്റെ സിസ്റ്ററായിട്ടുള്ള ലക്ഷ്മി മഞ്ജു ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലാവും. മറ്റേ മോൺസറിലെ ഒന്തോൾക്ക് ദോടിയുള്ളവർക്ക്, നാട്ടം പിന്നെ ഫുൾ ടൈം താടിയാണല്ലോ കുറെ കാലമായിട്ട്, ഒന്തോൾക്ക് ദോടിയുള്ളവർക്ക് അന്ന് ദാടിയുള്ള ആ മറ്റേ അതില് ലെസ്ബോ ആയിട്ട് അഭിനയിച്ച ആ പുള്ളിക്കാരിയാണ് മോഹൻ ബാബുവിന്റെ മകൻ ഈ പടത്തിലുണ്ട്. ഈ വിഷ്ണു മഞ്ജുവിന്റെ സിസ്റ്റർ. ഇനി വേറെ ഒരുത്തരുണ്ട്, മനോജൻ മഞ്ജു. ഈ മനോജൻ മഞ്ജു കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാ അവന്റെ അഭിനയം കാരണം. മിക്കവാറും ഈ പടത്തോടു കൂടി മോഹൻ ബാബു ഈ വിഷ്ണു മഞ്ജുവിനെ കൂടെ ചവിട്ടി പുറത്താക്കും. മലയാളിയായിട്ടുള്ള സ്റ്റീഫൻ ദേവസ്യ ആണത്ര ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്ത് ഊളം പരിപാടിയാണ് ബ്രോ, എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, പടം അങ്ങനെയാണ്. ഇതൊരു ഡിവോഷണൽ മിഥിക്കൽ മറ്റേ അങ്ങനത്തെ സാധനം. അപ്പൊ ഇതിൽ എന്തും കാണിക്കാം. ഇപ്പൊ അതായത് നമ്മുടെ പഴയ ദൂരദർശനിൽ കാണുന്ന സാധനമില്ലേ, അമ്പെയ്യുന്നു, അമ്പ് പിളരുന്നു, ശിവലിംഗം കാണിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശിവൻ പ്രത്യക്ഷപ്പെടുന്നു, പാർവതി പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പൊ അങ്ങനത്തെ സിനിമയിൽ എന്തും കാണിക്കാം. ഫാന്റസിയാണല്ലോ, അപ്പൊ എന്തും കാണിക്കാം. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പക്ഷേ കാട്ടവരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കൾട്ട് കാട്ടവരാതം. ഞാൻ 3 മണിക്കൂറുണ്ട് പരിപാടി, പക്ഷെ മലങ്കൾട്ടായിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. കാരണം ഇതിൽ കാണിക്കുന്ന പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ 916 മലങ്കൾട്ടാണ്. അതായത് നിങ്ങൾ നോർമലായിട്ട് പോയിട്ട് കാണാം, നടൻ അടിച്ചിട്ടും കാണാം, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾക്ക് കണ്ടിട്ട് മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാം. അതായത് സംഭവം അരോചകമാണ്, ക്രിഞ്ച് ഫെസ്റ്റാണ്. ലാസ്റ്റ് നായകൻ കണ്ണൊക്കെ ചൂഴ്ന്നിട്ട് മറ്റേ ഇന്ത്യനില്ലേ ശനികാന്ത്, മറ്റേ ഇന്ത്യന് കണ്ണ് ഫിറ്റാക്കില്ല അവലെ, 2 കണ്ണൊക്കെ ചൂഴ്ന്നിട്ട് നായകൻ ഒരു കണ്ണ് ചൂഴ്ന്ന് കണ്ണ് ഫിറ്റാക്കി. അത് ശിവലിംഗത്തിന്റെ മുകളില് ഇതിൽ മൊത്തം ഇത് AI-യിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ കുറെ AI വീഡിയോസ് കാണുന്നില്ലേ, അതുപോലത്തെ AI വീഡിയോസ്. ഇത് പ്രഭാസുണ്ട്, ലാലേട്ടനുണ്ട്, അക്ഷയ് കുമാറുണ്ട്, കാജൽ അഗർവാളുണ്ട്, പിന്നെ പറഞ്ഞ മോഹൻ ബാബു ഉണ്ട്, അദ്ദേഹത്തിന്റെ മോനുണ്ട്, കഥാനായകൻ വിഷ്ണു മഞ്ജു അതിനുണ്ട്. എല്ലാ AI കാണുന്ന വീഡിയോ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. മനസ്സിലായോ?
നമ്മളിപ്പോൾ കുറേ ഇൻസ്റ്റയിലും മറ്റേ ഇതിലൊക്കെ വരുന്നില്ലേ കുറേ വീഡിയോസ്, അതുപോലത്തെ ഒരു വീഡിയോ. പ്രഭാസിന്റെ മുഖം പ്രഭാസല്ല, വേറെ ഏതോ ഒരാള്, പ്രഭാസിനെ പോലത്തെ ആരോ ഒരാള് ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു 200 കോടി തന്നെ ബജറ്റ്, 200 കോടി എവളോ അങ്ങനെ പ്രഭാസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ലാലേട്ടൻ്റെ കാര്യം ഞാൻ പറയാം. അങ്ങനെയുള്ള ഒരു അതാണ് കണ്ണപ്പ. അപ്പോൾ വൈഫൈന്റെ കാര്യം മറക്കണ്ട, 2255 കണ്ണപ്പ. അപ്പോൾ അക്ഷയ് കുമാർ ശിവനാണ്, നമ്മുടെ കാജൽ അഗർവാൾ പാർവതി. അപ്പൊ ഇവരെ വെച്ചിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പൊ അക്ഷയ് കുമാറിന്റെ തല മാത്രമേ ഉള്ളൂ, ബാക്കി എന്തോ കാർഡ്ബോർഡിൽ അങ്ങ് വെട്ടി വെച്ചതാണ്. കുറെ പാക്സ് ഒക്കെ ഉണ്ട്, അങ്ങനെ കാർഡ്ബോർഡിൽ വെട്ടി വെച്ച അക്ഷയ് കുമാറിന്റെ അപ്പം ഈ കില്ലാടി എന്തൊക്കെയോ പറയുന്നത്. അങ്ങനെ ഉള്ളൊരു പരിപാടിയാണ് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 25 വർഷത്തിന് ശേഷം നായകൻ വലുതാവണല്ലോ. ആര്? കണ്ണപ്പ. ഇത് വലുതാവണല്ലോ. അപ്പൊ അതിന് മുമ്പ് ചെറുപ്പകാലൊക്കെ ഉണ്ട്. ചെറുപ്പകാലത്തിൽ ദൈവമുണ്ടെങ്കിലോ ദൈവത്തിലെ കൊന്നനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗും പരിപാടിയൊക്കെ ആയിട്ട് ചെറുപ്പകാലം കാണിക്കും നായകനെ. പിന്നെ ശരത് കുമാർ ഉണ്ട്. ശരത് കുമാർ പുള്ളിയുടെ ലുക്കെല്ലാം കൊള്ളാം, പക്ഷെ ഈ പൊട്ടപ്പടത്തിൽ ഒരു കാര്യമില്ല, ചുമ്മാ. ശരത് കുമാർ ഉണ്ട്. ശരത് കുമാർ എന്തൊക്കെയോ അഭിനയിച്ച് കാണിക്കുന്നു. അങ്ങനെ കഥാനായകൻ കണ്ണപ്പ വലുതാവാണ്. അങ്ങനെ വലുതായ കഥാനായകൻ ഒരു സംഭവം ചെയ്യുകയാണ്. പുലിമുരുകനുള്ള മുരുകനെ പോലെ ലാലേട്ടൻ്റെ അതുപോലെ ഇദ്ദേഹം പുലിയെ പിടിക്കുകയാണ്. പുലിയുടെ കഴുത്തിലേക്ക് ഒരു വടി വൈഫൈ വടി കുത്തി കാറ്റുവാണ്. ആര്? ഇദ്ദേഹത്തിന്റെ പേര് കണ്ണപ്പൻ എന്ന അവസാനം വരുന്നത്, മനസ്സിലായ? അതിന് മുമ്പ് തിണ്ണനാണ്. തിണ്ണം എടുക്കുകയാണെങ്കിൽ തിണ്ണൻ, അതാണ് കണ്ണപ്പൻ. ഇവൻ കഥാനായകൻ വിഷ്ണു മാൻചോ. ഇവൻ ഈ കണ്ണപ്പൻ, അതായത് തിണ്ണൻ പുലിയുടെ വാരിയെല്ലെടുത്തിട്ട് എന്തുണ്ടാക്കും? വില്ലുണ്ടാക്കും. വില്ല് മറ്റേ വില്ലുണ്ടാക്കും. എന്നിട്ട് പിന്നെ ആരോ, അമ്പ് എന്തുകൊണ്ടുണ്ടാക്കുന്നേ? മാനിന്റെ എല്ലുകൊണ്ട് അമ്പ്, പുലിയുടെ എല്ലുകൊണ്ട് വില്ല്. അപ്പൊ അത് കാണാൻ ഭയങ്കര ക്രിഞ്ച് സാധനം വെച്ചിട്ട് ഇയാൾ നടക്കുന്നത്. ആര്? തിണ്ണൻ. പിന്നെ ഐശ്വര്യ ഉണ്ടല്ലോ, നടി, നരസിംഹത്തിലേക്കുള്ള മോഹൻലാലിന്റെ നായികയായിട്ട് അഭിനയിച്ച ലാലേട്ടന്റെ പരട്ട കടവയായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്താ നരബല്ലി അത് ബല്ലി എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇനി നായികയുടെ എൻട്രിയാണ്. പ്രീതി മുകുന്ദൻ വിത്ത് വയർ കാണിക്കും. കാരണം തമന്നനെ പോലെ നമ്മുടെ ബാഹുബലിയിൽ അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട് ഇതിനകത്ത്. കുറേ ബാഹുബലി സീൻസ് ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ പ്രീതി മുകുന്ദൻ്റെ പേരൊന്നും ഇതിനകത്തൊന്നുമില്ല, ബുക്ക് മൈ ഷോയിലും എവിടെയില്ല. അപ്പോൾ നമ്മൾ സ്ത്രീകളാണ് വാള് പിടിക്കേണ്ടത്, നമ്മൾ കുലസ്ത്രീകൾ, കുലമഹിമ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗ് അടിക്കും ഈ കഥാനായിക വന്നിട്ട്. പിന്നെ നായകൻ വേട്ടാവളിയൻ, ഈ പറഞ്ഞ മൊണ്ണേഷ് കുമാർ, പുള്ളിയായിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ബാഹുബലിയിലെ തമന്നയുടെ സീൻ ഉണ്ടല്ലോ, പ്രഭാസും തമന്നയും കൂടിയിട്ടുള്ളത്, അവളെ അൺവെയിൽ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, അവളുടെ ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യുന്ന അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാഹുബലി 2-ലുള്ള വിരൽകൾ 4 മറ്റേത് വെച്ചിട്ട് അമ്പെയ്ത്ത് പഠിപ്പിക്കില്ല, അത് പനന്നൊക്കെ ഈ നായകനെ കൊണ്ട് അടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. അയ്യോ. ബ്രഹ്മാനന്ദനുണ്ട്, സദാശിവൻ കൊണ്ടാലു പരട്ടസ്വാമി എന്നാണ് പേര്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള നായകന്റെ അച്ഛനായിട്ടുള്ള മോഹൻ ബാബു തന്നെ ഭയങ്കര കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഭയങ്കര മാസ് BGM ഒക്കെ ഇട്ട്. പിന്നെ ഈ വില്ലൻ വരുന്നു, കാട്ടുപെണ്ണിന്റെ വെള്ളം വേണമെന്ന്. എന്ത് വേടാ പറയുന്നത്? എന്ത് ക്രിഞ്ച് ഡയലോഗ് അത്? കാട്ടുപെണ്ണിന്റെ വെള്ളം വേണമെന്ന്. എന്തിന് കാട്ടുപെണ്ണിന്റെ വെള്ളമോ? അപ്പോൾ പിന്നെ നായകൻ പോയിട്ട് അടി ഉണ്ടാക്കുന്നു. ആര് തിണ്ണം പോയിട്ട് തിണ്ണമെടുക്കുക കാണിക്കുക, അടി ഉണ്ടാക്കുന്നു, കച്ചറ ഉണ്ടാക്കുന്നു. പിന്നെ ഒരു വില്ലന്റെ വരവാ. വില്ലന്റെ അനിയനെയാണ് ഈ മറ്റേ മൊണ്ണേഷ് കുമാറായിട്ടുള്ള തിണ്ണൻ അടിക്കുന്നത്. അപ്പം അനിയൻ പറയാം, എന്റെ അണ്ണൻ ആരാന്ന് അറിയുമ്പോടാ, എന്റെ അണ്ണൻ വായു ലിംഗത്തിലെടുക്കുമ്പോടാ. അതെന്താ പരിപാടി? വായു എങ്ങനെ ലിംഗത്തിലെടുക്കുന്നേ? എനിക്ക് എന്തെന്താ ഹൈഡ്രജൻ ബലൂണോ? ഇതെന്താ സംഭവം? എന്താ എന്റെ അണ്ണൻ വായു ലിംഗത്തിലെടുക്കുമ്പോട്ടോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കാം.
ആരെ തിണ്ണനെ. ഇനി ഈ സിനിമയിലെ കുറച്ച് ഡയലോഗ്സ് ആണ്. എന്തിനാതൊന്നും പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനങ്ങ് പറയുവാണ് ഡയലോഗ്സ്. വാണം വാണം എന്തിനാ, മതം പൊട്ടി ആനയെ സിംഗം കൊല്ലും, ചെറുതാരങ്ങ എറിയുന്നു മത്തൻ വിളയുന്നു, വായുലിംഗം മദ്യഗാനം സംരക്ഷിക്കണം, നിശ്ചയ താമ്പൂലം പന്നഗ്രാമം. ഈ തിണ്ണനിറങ്ങിയിട്ടുള്ള ഈ മൊണ്ണേഷ് കുമാറിന്റെ പരിപാടികളാണ്. നായിക നെഞ്ചി കുത്താൻ നോക്കുക. അപ്പോൾ ഈ മൊണ്ണേഷ് പറയണേ, നീ എൻ്റെ നെഞ്ചിൽ കുത്തരുത്, കാരണം എൻ്റെ നെഞ്ചിൽ നീയാണ്. നസീറിൻ്റെ കാലത്തുള്ള സിനിമയിലുള്ള ഡയലോഗ് അതൊക്കെ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പടം കണ്ണപ്പ. പിന്നെ തിണ്ണനും നായികയായിട്ടുള്ള കുറേ സോങ്സും പരിപാടിയൊക്കെ ഉണ്ട്. കുറേ സോങ്സ് ഉണ്ട് ഈ പടത്തിൽ. പിന്നെ മുകേഷ് ഋഷി, അങ്ങനെ പറഞ്ഞാൽ അറിയില്ല, സ്ഥിരമായിട്ട് പാകിസ്ഥാൻ തീവ്രവാദിയായിട്ട് അഭിനയിക്കുന്ന പുള്ളിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സീൻസ്. പിന്നെ നായികയ്ക്ക് വേണ്ടി അടി യുദ്ധം ചെയ്ത് നിമാളി എന്നാണ് നായികയുടെ പേര്. നിമാളിയെ നീ എടുക്കുമെട്ട, നിന്നെ കൊല്ലുമെട്ട, ഗ്രേ 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 ഗ്രേ. എങ്ങനെ നായകൻ്റെ ഈ പറഞ്ഞ ഈ വാണേഷ് കുമാറിൻ്റെ കുറേ മറ്റേ യുദ്ധം, മല്ലയുദ്ധം, ശരത് കുമാറിൻ്റെ നാടകാഭിനയം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഇനി അദ്ദേഹത്തിന് വരവാണ്. ആരാണത്? മലയാളത്തിൻ്റെ അദ്ദേഹത്തിന് വരവാണ്. ദ്വാപര യുഗത്തിലാണ് വരുന്നത്. ദ്വാപര യുഗത്തിൽ ഷിഫ്റ്റാണ്, യുഗം മാറി, ടൈം ട്രാവൽ ചെയ്ത് ദ്വാപര യുഗത്തിലേക്ക് പോയി. ഇന്ദ്രനീലാദ്രി, അവിടെയാണ് ലാലേട്ടൻ വരുന്നത്. വാണം കൊണ്ട് നിനക്കെന്നെ ജയിക്കാനാവില്ല. അതായത് അമ്പയത്തില് അമ്പ് വിട്ടിട്ട് നിനക്കെന്നെ ജയിക്കാനാവില്ല. ആരെന്താ പറയുന്നത്? ഈ കണ്ണപ്പയുടെ എടുത്തു. കണ്ണപ്പയുടെ അമ്പിന്റെ ഉള്ളക്കോടെ ലാലേട്ടൻ അമ്പ് ചെയ്ത് ആ അമ്പിനെ സ്പ്ലിറ്റാക്കി ലാലേട്ടൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് ഫസ്റ്റ് ഹാഫ്. അത്രേ ഉള്ളൂ ലാലേട്ടൻ, പിന്നെ ഇല്ല കേട്ടോ. നിങ്ങൾ ലാലേട്ടനെ കാണണം എന്ന് ഡൈഹാർഡ് ഫാൻസിനുണ്ടെങ്കിൽ പടത്തിൻ്റെ ടൈം നോക്കുക. ഫസ്റ്റ് ഹാഫ് ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ, 3 മണിക്കൂർ പടം. 1.5 മണിക്കൂറിന് കുറച്ച് മുമ്പ്, അരമണിക്കൂർ മുമ്പ് കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പരിപാടി കാണും. ഇനി അടുത്ത ആളുടെ വരവാണ് പ്രഭാസ്, ദ പാൻ ഇന്ത്യൻ സ്റ്റാർ. പുള്ളി വന്നിട്ട് എന്തൊക്കെയോ കാണിക്കും, എന്തൊക്കെയോ ഡയലോഗ്സ് കുറേ നേരം. ഞാൻ പറഞ്ഞ വീഡിയോ പോലെ പ്രഭാസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഏതോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഏതോ ഒരാൾ പുള്ളി ഇങ്ങനെ ഫൈറ്റ് ചെയ്യും. ഇങ്ങനെ ഫൈറ്റ് പൂച്ചസാറിനെ പോലെയാണ്. പൂച്ചസാറിന് റിഫ്ലക്സ് കൂടുതലാണല്ലോ. ഇപ്പോൾ പതൊക്കെ കാണാൻ പറ്റുമല്ലോ. സ്ലോ മോഷനിലെ പൂച്ചസാറ് കാണാം. നോർമലായിട്ടുള്ള മറ്റ് ആനിമൽസിൻ്റെ മനുഷ്യൻ്റെ ഒക്കെ പിന്നെ റിഫ്ലക്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ തട്ടിക്കളിക്കോ ആര് കണ്ണപ്പനെ. പിന്നെ ഒളിച്ചു നിന്നൊക്കെ വരിക പ്രഭാസ്. അങ്ങനെയുള്ള പ്രഭാസിൻ്റെ കുറേ പരിപാടി. പിന്നെ അഭിഷേകപാൽ, രുദ്ര എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയും. എന്ത് മലങ്കൾട്ടായിട്ട് ഇങ്ങനെ കാണോ. അത് വേറെ വഴിയില്ല. കണ്ണപ്പൻ, അർജുനൻ, തിണ്ണൻ എന്ന് പറഞ്ഞ ക്ലൈമാക്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. കണ്ണൊക്കെ ചൂഴ്ന്ന് എന്തൊക്കെയോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലിംഗോൽപത്തി, ഇങ്ങനെ എന്തൊക്കെയോ പറയാ. കമ്പ എൻ്റെ ശിവനെ എന്ന് വിളിച്ചു പോയി പടം കണ്ടപ്പോഴും. അതുപോലത്തെ ഒരു മലങ്കൾട്ട സാധനം, സിംപ്ലി മലങ്കൾട്ടാണ്. അങ്ങനെ കാണണമെങ്കിൽ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാട്ടവരാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കാട്ടവരാതെ. പക്ഷെ മലങ്കൾട്ടായിട്ട് കാണാനുള്ള കുറേ ഉണ്ട്. അതായത് നമ്മൾ പണ്ട് ടൈം ട്രാവൽ ചെയ്തിട്ട് ദൂരദർശനിലൊക്കെ കണ്ടിട്ടുള്ള സീരിയൽസ് ഇല്ലേ, ഈ മഹാഭാരത ബേസ്ഡ് സീരിയൽസ്, അതുപോലത്തെ ഒരു സാധനം ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നു ഇവിടെ 2025. സമ്മതിക്കണേ. CGI എന്ന് കണ്ടാൽ പറയേ വേണ്ട. പാമ്പൊക്കെ എഴുതുന്നുണ്ട്. പാമ്പ് എന്നിട്ട് ഏറെക്കൂടെ പാമ്പ് ഭൂമിയിൽ കൂടെ എഴയുന്നേ. പക്ഷെ ഭൂമിയിൽ പാമ്പിൻ്റെ വയറ് തുടർന്നില്ല. കാരണം ഇത് ചെയ്തവനെ പൊങ്ങിപ്പോയി. തൊടണ്ടേ. അങ്ങനത്തെ CGI ആണ്. അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ എന്താ ഇത് അടിച്ചു മാറ്റിയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പ്രഭാസ് ഫാൻസോ ലാലേട്ടൻ ഫാൻസോ ആരൊക്കെ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിയത് ഒറ്റ കാരണം കൊണ്ടായിരിക്കും, ഇത് റിലീസ് ചെയ്തിരിക്കാൻ. കാരണം അതുപോലത്തെ കട്ടവരതാണ്. മലങ്കാലിട്ട് ഞാൻ 3 മണിക്കൂർ ആസ്വദിച്ചിട്ടുണ്ട്. ഇതാണ് കണ്ണപ്പ. അപ്പോൾ അതായിരുന്നു അശ്വന്ത് കോക്കിന്റെ റിവ്യൂ. അതായിരുന്നു. എങ്ങനെയാണ് എന്താ പറയുന്നത് നമുക്കറിയത്തില്ല. കാരണം ഫുൾ കോമഡിയാണ്. പുള്ളിയുടെ വേഷമൊക്കെ ഉണ്ടില്ല, ലുക്ക്, ഹെയർ സ്റ്റൈല്, മുടിക്കകത്തൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, മുത്ത് പോലത്തെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, താടി, ഇതൊക്കെ എങ്ങനെ പുള്ളി ഒപ്പിച്ചു? ഈ മേക്ക് ഓവർ ആരാണ് ഇത്രയും നല്ലതായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യമോ?
പക്ഷെ പുള്ളിയുടെ ഗട്ട് ഫീലിംഗ് അത് ഭയങ്കരമാണ്, എപ്പോഴും പറയാം. പക്ഷെ പുള്ളി പറയുന്ന രീതി, ആറ്റിറ്റ്യൂഡ്, ഈ സംഭവമല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ റോസ്റ്റിംഗ് ആണ് പുള്ളി നടത്തുന്നത്. സത്യം പറഞ്ഞാൽ അന്യായ റോസ്റ്റിംഗ് ആണ് നടത്തുന്നത്. ആക്ച്വലി നമ്മൾ ഇങ്ങനെയുള്ള റിവ്യൂസ് ഞാനിത് ജസ്റ്റ് കണ്ടപ്പോൾ മാത്രമല്ല, വസന്തേട്ടൻ്റെ ഒരുപാട് റിവ്യൂസ് ഞാൻ കാണുന്നതാണ്. പലതും നമുക്ക് ചിരി വരുന്നതുമാണ്. പക്ഷെ അത് നമ്മൾ എടുത്ത് റിയാക്ഷൻ ചെയ്യാന്ന പരിപാടി അത് ഭയങ്കര ബോറാണ് ശരിക്കും പറഞ്ഞാൽ. ബോറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെയുള്ള റിയാക്ഷനെ നമ്മളും ഇങ്ങനെയുള്ള റിവ്യൂസിനെ നമ്മളും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിന്താങ്ങുന്ന രീതിയിലുള്ള ഒരു മെത്തേഡായി മാറും അത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്തിരുന്നത്. പിന്നെ ഇതൊരു തെലുങ്ക് സിനിമ ആയതുകൊണ്ടും, പിന്നെ നമുക്ക് ലാലേട്ടൻ ജസ്റ്റ് ഒരു വേഷമല്ല ചെയ്തു. ലാലേട്ടൻ്റെ സിനിമയല്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ വേഷം ലാലേട്ടൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു തെലുങ്ക് സിനിമ ആയതുകൊണ്ട്, പിന്നെ എസ്പെഷ്യലി ഇദ്ദേഹത്തിൻ്റെ മേക്ക് ഓവർ കണ്ടത് കൊണ്ടാണ് ജസ്റ്റ് ഞാനത് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കണ്ടപ്പോൾ നല്ല കോമഡിയാണ്, നന്നായിട്ട് ചിരിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മളത് ഓവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതല്ലേ, നല്ല കോമഡി ആയിട്ടാണ് പുള്ളി ചിരിക്കുന്നത്. അതൊരു പക്ക റോസ്റ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. എന്നാലും ഞാൻ പറയുകയാണ്, ഒരിക്കലും ഞാനിപ്പോൾ തന്നെ ഇത് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള റിവ്യൂസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അപ്പം അങ്ങനെ ഒരിക്കലും വിചാരിക്കുകയും വേണ്ട. ഞാൻ സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് സിനിമ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ റിവ്യൂ കേട്ട് ഒരിക്കലും ആ സിനിമ മോശമാണെന്ന് ഞാൻ വിലയിരുത്തത്തുമില്ല. ഇനിയിപ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇതേപോലുള്ള റിവ്യൂസ് കണ്ടൊരിക്കലും നമ്മളൊരു സിനിമയെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. അതുള്ളതാണ് ദിലീപേട്ടൻ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് അത് പറയുന്നത്. അത് നിങ്ങളുടെ അഭിപ്രായം പറയാം, പക്ഷെ നിങ്ങളുടേത് മാത്രമായിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ആക്ച്വലി പിന്നെ ഇത് റിയാക്ട് ചെയ്തതിൻ്റെ കാരണം പുള്ളി പറയുമ്പോൾ ഉള്ള ആ ഒരു ഇതും കോമഡി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സോ എസ്പെഷ്യലി തമ്പനയിൽ കണ്ടപ്പോഴേക്കും ചിരി വന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. സോ സിനിമ എന്നുള്ള രീതിയിൽ, ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കലും ഇത് ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷേ അല്ലാതെ ഒരു സിനിമ ഒരിക്കലും ഇപ്പം പുള്ളി പറഞ്ഞ പോലെ തന്നെ പുള്ളിയെ നമ്മളൊരിക്കലും സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ പുള്ളി ചെയ്ത മേക്ക് ഓവർ കാര്യങ്ങളും സംസാരിച്ച അതിലേക്ക് കേട്ടും ആരായാലും ചിരിക്കും, നിങ്ങളായാലും ചിരിക്കും, ഞാനായാലും ചിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് വെച്ചിട്ട് ഒരിക്കലും ഒരു സിനിമയെ നമ്മൾ വിലയിരുത്തരുത്. നിങ്ങൾക്ക് കണ്ണപ്പം എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ട് തന്നെ നോക്കുക, ആസ്വദിക്കുക. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളില്ല, കൊള്ളാമെങ്കിൽ കൊള്ളാം, അത്ര തന്നെ. അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമായിരിക്കണം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഫൈൻ.